ഹായ്, ഞാൻ സായിദ് പയ്യന്നൂർ, സൈക്കോളജിസ്റ്റാണ്. കൊവേർട്ട് നാർസിസ്റ്റുകളെ പറ്റി കേട്ടിരിക്കുമല്ലോ. കുടില തന്ത്രങ്ങളുടെ ആശാന്മാരാണവർ. അവരുപയോഗിക്കുന്ന രഹസ്യ ആയുധങ്ങൾ, ഒരുപാട് തന്ത്രങ്ങളുണ്ട്. അതിനെപ്പറ്റിയാണ് ഇന്ന് പറയാൻ പോകുന്നത്. ഇന്നത്തെ വീഡിയോ ഞാൻ പ്രത്യേക ശൈലിയിലാണ് അവതരിപ്പിക്കുന്നത്. അതായത് കൊവേർട്ട് നാർസിസ്റ്റായ അമ്മായിയമ്മ മരുമകളോട് എങ്ങനെ പെരുമാറുന്നതെന്ന് ഉദാഹരണം സഹിതം നമുക്ക് നോക്കാം. അപ്പോൾ ഇതിൻ്റെ ഒരു ഗുണം എന്ന് പറയുന്നത് നിങ്ങൾക്ക് പെട്ടെന്ന് കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും. ഇത് എല്ലായിടത്തും ആപ്ലിക്കബിൾ ആണ്. അമ്മായിയമ്മ തന്നെ ആവണമെന്നില്ല, അമ്മയാവാം, അച്ഛനാവാം, ആരുമാവാം. അപ്പോൾ ആ രീതിയിലാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഒന്നാമത്തെ ലക്ഷണം പറയാം. ഇവർ വിക്ടിം മാസ്ക് അണിയും. അതായത് ഇരയുടെ മുഖം മൂടി അണിയും. എപ്പോഴും ഞാനാണ് ബാധിക്കപ്പെട്ട ആൾ, ഞാനാണ് ബുദ്ധിമുട്ടിയ ആൾ എന്ന രീതിയിൽ അവർ പറയും. ഒരു ഉദാഹരണം പറയാം. അമ്മായിയമ്മ മരുമകളുടെ റൂമിലേക്ക് ഡോറൊന്നും മുട്ടാണ്ട് നോക്ക് ചെയ്യാണ്ട് കയറി വരികയാണ്. പെട്ടെന്ന് മുമ്പിൽ പ്രത്യക്ഷപ്പെട്ട അമ്മായിയമ്മയെ കണ്ട് മരുമകൾ ഞെട്ടുകയാണ്. എന്നിട്ട് മരുമകൾ പറയാണ്, അമ്മേ ഇങ്ങനെ വരരുത്, വരുന്ന സമയത്ത് ഒന്ന് സൂചന തരണം. ഇത് കേട്ട അമ്മായിയമ്മ പറയാണ്, ഇപ്പം ഞാൻ ആരുമല്ലല്ലോ, ഞാൻ മകളെപ്പോലെയാണ് നിന്നെ കണ്ടിട്ടുള്ളത്, ഞാൻ അന്യായല്ലേ, ഇനി എനിക്കൊന്നും വേണ്ട എന്ന് പറഞ്ഞ് കരഞ്ഞ് നിലവിളിച്ച് അവിടുന്ന് പോവാണ്. പിന്നീട് 2-3 ദിവസം ദുഃഖിതയായി നിൽക്കുകയാണ്. അപ്പോൾ ഇവിടെ എന്താ സംഭവിച്ചത്? ഇവിടെ ഒരു കാര്യം സൂചിപ്പിച്ചു, മാന്യമായ ഒരു കാര്യം സൂചിപ്പിച്ചു. ആ ബൗണ്ടറി സെറ്റ് ചെയ്തത് ഇവർക്ക് ഇഷ്ടപ്പെട്ടില്ല. അങ്ങനെ അവർ അതിനെതിരെ ശക്തമായി ഇടപെടുന്ന അവസ്ഥ, ഒരു ഇരയുടെ മുഖം മൂടി അണിയുന്ന അവസ്ഥ ഉണ്ടായി. ഇതാണ് ഒരു രീതി. ഇനി നമുക്ക് രണ്ടാമത്തെ രീതിയിലേക്ക് പോകാം. ഇമോഷണൽ ഡെപ്റ്റ്, വൈകാരികമായ കടമെന്ന് പറയാം. അതായത് മരുമകൾക്ക് പനിയോ മറ്റസുഖമോ ഉണ്ടായിക്കഴിഞ്ഞാൽ ഇവർ നല്ല രീതിയിൽ നോക്കും, എല്ലാ രീതിയിലും പരിചരിക്കും, വേണ്ട കഞ്ഞിയോ മറ്റൊക്കെ ഉണ്ടാക്കി കൊടുക്കും, ചിലപ്പോൾ ഹോസ്പിറ്റലിലൊക്കെ കൊണ്ടുപോകും. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് പിന്നീട് ഇതിട്ടിട്ടായിരിക്കും കുറ്റപ്പെടുത്തുക. എനിക്ക് ഓർമ്മയുണ്ടല്ലോ, നീ അന്ന് പനിയായിട്ട് കിടക്കുമ്പോൾ ഒരാളും തിരിഞ്ഞു നോക്കിയിട്ടില്ല, നിൻ്റെ വീട്ടിൽ നിന്ന് പോലും ഒരാളും വന്നിട്ടില്ല, ഞാനാണ് നോക്കിയിട്ടുള്ളത്, അന്ന് ഞാൻ ഇതൊക്കെ ചെയ്തു തന്നില്ലെങ്കിൽ നീ മരിച്ചു പോയാനെ എന്ന് പറഞ്ഞ് എപ്പോഴും ഇതിൻ്റെ പേരിൽ കാലാകാലം അവസരങ്ങൾ മുതലാക്കും, ചൂഷണം ചെയ്യും, കുറ്റപ്പെടുത്തും. ജീവിതത്തിൽ ഒറ്റ പ്രാവശ്യം സംഭവിച്ച ഈ ഒരു അസുഖം എല്ലാ കാലത്തും മുതലെടുക്കാനുള്ള അവസരമായിട്ട് ഈ അമ്മായിയമ്മ ഉപയോഗപ്പെടുത്തും. അവസാനം മരുമകൾക്ക് തോന്നും, അന്ന് മരിച്ചാൽ ഇതിനേക്കാൾ നന്നായിരുന്നു എന്ന് തോന്നും. ആ രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിക്കും. ഇതാണ് രണ്ടാമത്തെ തന്ത്രം. ഇനി അടുത്തൊരു കുടില തന്ത്രത്തിലേക്ക് നമുക്ക് പോകാം. സൈലൻറ്റ് കമ്പാരിസൺ, അതായത് നിശബ്ദമായ ഒരു കമ്പാരിസൺ നടത്തും. മരുമകളെ പറ്റി ഒന്നും പറയൂല, മോശമൊന്നും പറയൂല, പക്ഷേ കമ്പാരിസൺ നടത്തും. എങ്ങനെയെന്നല്ലേ, അടുത്ത വീട്ടിലെ ഒരു സ്ത്രീയെ വെച്ചിട്ട്, ആ സുജാതൻ്റെ മരുമകളില്ലേ, എത്ര നല്ല പെണ്ണാണ്, രാവിലെ തന്നെ വീട്ടിലെ എല്ലാ പണിയും ചെയ്തിട്ട് ഓഫീസിലേക്ക് പോകും, ഒന്നും സുജാതക്ക് ചെയ്യേണ്ടി വരുന്നില്ല, സുജാത അങ്ങനെയാണ് പറഞ്ഞത്, ഞാൻ പോയി നോക്കുമ്പോൾ അങ്ങനെ തന്നെ, എനിക്ക് ചായയൊക്കെ ഉണ്ടാക്കി തന്നു, എന്ത് ടേസ്റ്റുള്ള ചായ, അങ്ങനെയുള്ളൊരു ചായ ഞാൻ എടുത്തിട്ടൊന്നും കുടിച്ചിട്ടില്ല എന്ന രീതിയിൽ പറയും. യഥാർത്ഥത്തിൽ ഈ കമ്പാരിസൺ ആരെ പറ്റിയാണ് നടത്തുന്നത്? എൻ്റെ മരുമകളായ നീ ഒന്നിനും കൊള്ളൂല എന്ന് പറയാതെ പറയാണ്. ഇത് അനുഭവിക്കുന്ന ആൾക്കാർക്ക് കൃത്യമായിട്ട് മനസ്സിലാവും, മറ്റുള്ളവർക്ക് മനസ്സിലാവണമെന്ന് ഇല്ല. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു സൈലൻറ്റ് കമ്പാരിസണാണ്. മാത്രവുമല്ല ഈ സ്ത്രീക്ക്, അതായത് ഈ മരുമകൾക്ക് ഇത് വല്ലാത്ത അസ്വസ്ഥതയും അപമാനവും ഉണ്ടാക്കും. അങ്ങനെ അവർ നീറി കഴിയുന്ന ഒരവസ്ഥ ഉണ്ടാവുകയും ചെയ്യും. ഇനി അടുത്ത 4ാമത്തെ തന്ത്രത്തിലേക്ക് പോകാം. അടുത്തൊരു തന്ത്രം എന്ന് പറയുന്നത് ഇമോഷണൽ ബൈറ്റിംഗ് ആണ്. അതായത് എവിടെ തൊട്ടാൽ കൊള്ളുമെന്ന് ഇവർക്ക് നന്നായിട്ട് അറിയാം. മരുമകളുടെ എവിടെ തൊട്ടാൽ, ആരെപ്പറ്റി പറഞ്ഞാൽ, എന്തിനെപ്പറ്റി പറഞ്ഞാൽ കൊള്ളും, വേദനിക്കുമെന്ന് അവർക്കറിയാം. അത് വെച്ചിട്ട് അവർ ഉപയോഗപ്പെടുത്തും. ഉദാഹരണം പറയാം. ഒരു മരുമകൾക്ക് തൻ്റെ അമ്മയോട്, തൻ്റെ മാതാവിനോട് അമിതമായ സ്നേഹമുള്ള ഒരാളാണ്, ശക്തമായ സ്നേഹം. അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഇവരെന്ത് ചെയ്യും? നല്ല തർക്കമാടി ഉണ്ടാകുന്ന സമയത്ത് പറയും, ഓ നീ എങ്ങനെയല്ലേ, നിൻ്റെ വീട്ടിൽ നിന്ന് ഇത് പഠിച്ചതല്ലേ, നിൻ്റെ അമ്മയുടെ അടുത്ത് നിന്ന് ഇങ്ങനെയല്ലേ പഠിച്ചത്, ആ ഗുണം നീ കാണിക്കും എന്ന് പറഞ്ഞ് അവിടെ മനഃപൂർവ്വം അമ്മയെ കുറ്റപ്പെടുത്തും. അപ്പോൾ അമ്മയെ കുറ്റപ്പെടുത്തുന്ന സമയത്ത് ഈ സ്ത്രീക്ക് അത് സഹിക്കൂല, അതായത് മരുമകൾക്ക് സഹിക്കൂല. അതുവരെ ക്ഷമിച്ചെന്നിരിക്കും. പക്ഷേ താൻ ഏറ്റവും സ്നേഹിക്കുന്ന അമ്മയെപ്പറ്റി പറയുന്ന സാഹചര്യത്തിൽ ഇവരെ കയ്യിൽ നിന്ന് പോകും, ഇവർ ശരിക്കും തിരിച്ചടിക്കാൻ തുടങ്ങും. അത് തന്നെയാണ് ആരാഗ്രഹിക്കുന്നത്? ഈ അമ്മായിയമ്മ ആഗ്രഹിക്കുന്നത്. അതോടെ അവർ വിക്ടിം കാർഡ് കളിച്ചിട്ട് എല്ലാവരോടും പറയും, കണ്ടില്ലേ ഇവർ തർക്കിക്കുന്ന കണ്ടില്ലേ, ഇവൾ പറയുന്ന കണ്ടില്ലേ, ഇവൾ ചെയ്യുന്ന കണ്ടില്ലേ എന്നൊക്കെ പറഞ്ഞ് അവിടെ മൊത്തം പൂര പറമ്പാക്കും. അപ്പോൾ ഇങ്ങനെ ഇമോഷണൽ ബൈറ്റ് ചെയ്തിട്ടും ആരെ, വിക്ടിമിനെ കൊടുക്കുന്നൊരു സാഹചര്യം ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കണം. ഇനി അടുത്ത 5ാമത്തെ തന്ത്രത്തിലേക്ക് പോകാം. വെപ്പനൈസ്ഡ് എമ്പതി എന്നാണ് പറയുക. അതായത് സദ്ഗുണങ്ങൾ ആയുധമാക്കും. ഇവർ നല്ല ചില ഗുണങ്ങൾ കാണിക്കും. നാട്ടുകാരും വീട്ടുകാരും മുമ്പിലൊക്കെ മരുമകളോട് വളരെ സ്നേഹം തുളുമ്പുന്ന ഷുഗർ കോട്ട്, ഏറ്റവും പഞ്ചാര ഒലിപ്പിക്കുന്ന രീതിയിൽ സംസാരങ്ങൾ സംസാരിക്കും.
മാത്രമല്ല അവർ മുമ്പ് പറയും, മോളെ നീ പണിയൊന്നും എടുക്കണ്ട, ഞാൻ ചെയ്തോളാം, എനിക്ക് ചെയ്യാനുള്ള പണിയേ ഉള്ളൂ, നീ കുറച്ച് റെസ്റ്റ് എടുത്തോ, നിനക്ക് ഇന്നലെ പനി ഉണ്ടായതല്ലൊക്കെ പറഞ്ഞ് എല്ലാവരും മുമ്പിലും വളരെ സപ്പോർട്ടായി സംസാരിക്കും. എന്നാൽ അവർ പോയി കഴിഞ്ഞാൽ ഏറ്റവും അധികം ഇൻസൾട്ടിങ്ങും, ഒരു പണിയും ചെയ്യൂല, ഹെൽപ്പും ചെയ്യൂല, എല്ലാ രീതിയിലും കുറ്റപ്പെടുത്തും. ഇതൊക്കെ അനുഭവിക്കുന്ന ഈ സ്ത്രീ എന്ത് ചെയ്യും? മറ്റുള്ളവരോട് പറയും. മറ്റുള്ളവരോട് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ളവർ വിശ്വസിക്കോ? കാരണം അവർ കണ്ടത് എന്താണ്? അവർ മനസ്സിലാക്കിയത് എന്താണ്? ഏറ്റവും നല്ല അമ്മായിയമ്മ, മരുമകളെ ഏറ്റവും സ്നേഹിക്കുന്ന, പരിഗണിക്കുന്ന, ബഹുമാനിക്കുന്ന അമ്മായിയമ്മ. അവർ ഒരിക്കലും ഇങ്ങനെ ചെയ്യുമോ? ഇല്ല എന്ന ഉറച്ച വിശ്വാസമായിരിക്കും നാട്ടുകാർക്കും കുടുംബക്കാർക്കും വീട്ടുകാർക്കൊക്കെ ഉണ്ടാവാം. അതായത് അനുഭവിക്കുന്ന ഒരു പെണ്ണിന് മാത്രമേ ഇതിൻ്റെ നിജസ്ഥിതി മനസ്സിലാവൂ. ഇനി 6ാമത്തെ ആയുധത്തിലേക്ക് കടക്കാം. മൈക്രോ ഗ്യാസ് ലൈറ്റിംഗ് അറിയാലോ, നമ്മുടെ ബുദ്ധിസ്ഥിരതയെ തന്നെ ചോദ്യം ചെയ്യുന്ന രീതിയിൽ സംശയം ഉളവാക്കും. അപ്പോൾ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ സംശയം ജനിപ്പിക്കുന്ന രീതിയിൽ ഇവർ ഇടപെടും. ഉദാഹരണം പറയാം. ഒരു മരുമകൾ അത്യാവശ്യം പുറത്ത് പോവാണ്, എന്തോ ഒരു കാര്യത്തിന് പുറത്ത് പോവാണ്. ഈ പോകുന്ന സമയത്ത് അമ്മായിയമ്മയോട് പറയാണ്, അമ്മ വിശക്കുന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ കറിയൊക്കെ ഉണ്ട്, അത് എടുത്ത് ചൂടാക്കി കഴിച്ചോ എന്ന് പറയണം. അങ്ങനെ ഈ മരുമകൾ വരാൻ വൈകി. അതിനു മുമ്പ് സ്വന്തം മകൻ വന്ന ഉടനെ ഈ അമ്മായിയമ്മ പറയാണ്, നിൻ്റെ ഭാര്യ എവിടെയോ പോയി, ഫുഡ് വരെ ഉണ്ടാക്കിയിട്ടില്ല, ഒന്നും ഉണ്ടാക്കിയിട്ടില്ല, ഞാൻ ഇതുവരെ പട്ടിണിയാണ് കിടക്കുന്നതെന്ന് പറയും. പിന്നീട് മരുമകൾ വന്നു കഴിഞ്ഞാൽ ഭർത്താവ് ഇത് ചോദിക്കും. ഭർത്താവ് ചോദിക്കുന്ന സമയത്ത് ഈ മരുമകൾ അമ്മയോട് ചോദിക്കും, അമ്മേ ഞാൻ ഫ്രിഡ്ജിൽ കറി ഉണ്ടെന്ന് പറഞ്ഞില്ലേ, പിന്നെ എന്താ നോക്കാത്തത്? മോളെ നീ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല, കറിയുള്ള കാര്യമൊന്നും പറഞ്ഞിട്ടില്ല. അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനത് ചൂടാക്കി കഴിക്കില്ലായിരുന്നോ? ഞാൻ വിശന്നിരിക്കുമായിരുന്നോ? നീ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല, നിനക്ക് ഓർമ്മയില്ലാത്തതാണ് എന്നിട്ട് പറഞ്ഞ് ലാസ്റ്റ് മോനോട് പറയും, ഇവൾക്ക് എന്തോ മറവിൻ്റെ പ്രശ്നമുണ്ട് കേട്ടോ, ഒന്ന് ഡോക്ടറെ കാണിക്കുന്നതാണ് നല്ലത് എന്ന് പറഞ്ഞ് വെക്കും. അതായത് ഈ മരുമകൾ ആരായി? മരുമകൾ ഓർമ്മശക്തിയൊന്നും ഇല്ലാത്ത ഒരാളായിട്ട് ചിത്രീകരിക്കും. മൈക്രോ ഗ്യാസ് ലൈറ്റിംഗ് ആണ് ഇവിടെ ചെയ്യുന്നത്. ഇനി അടുത്തൊരു ആയുധത്തിലേക്ക് പോവാം. സിമ്പതി ഫിഷിംഗ്. അതായത് സിമ്പതി എരന്ന് വാങ്ങിയിട്ട് മാപ്പ് പറയിക്കുന്നൊരു തന്ത്രമാണ്. ഒരു എക്സാമ്പിൾ പറയാം. ഈ അമ്മായിയമ്മ വീട്ടിലെ സ്ത്രീയോട് മരുമകളെ പറ്റി കുറ്റം പറയാണ്. ഇതാര് കേട്ടു? മരുമകൾ കേട്ട് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? മരുമകൾ പോയിട്ട് അമ്മായിയമ്മയോട് ചോദിക്കുകയാണ്, അമ്മേ എന്നെപ്പറ്റി എന്തിനാണ് ഇങ്ങനെ കുറ്റം പറയുന്നത് എന്നൊക്കെ ചോദിക്കുകയാണ്. ചിലപ്പോൾ ദേഷ്യപ്പെട്ടെന്ന് വരും. അങ്ങനെ ദേഷ്യപ്പെടുന്ന സമയത്ത് ഈ അമ്മായിയമ്മ ആർത്തട്ടഹസിക്കുകയാണ്, എന്നെ കുറ്റപ്പെടുന്നേ, എന്നെ അടിക്കുന്നേ, എന്നെ കൊല്ലുന്നേ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ നിലവിളിക്കുന്ന സമയത്ത് എല്ലാവരും വന്നും കൂടിയ സമയത്ത് ഈ മരുമകൾ വായ തുറക്കാൻ പറ്റാത്ത അവസ്ഥ. അതായത് അത്രയധികം കോലാഹലം ഈ സ്ത്രീ ഉണ്ടാക്കിയിട്ടുണ്ടാവും. എന്നിട്ട് 2-3 ദിവസം പിണങ്ങി നിൽക്കുകയും ചെയ്യും. പിന്നീട് ആ വീട്ടിലൊരു അശാന്തി, അതായത് ആർക്കൊരു സമാധാനം ഉണ്ടാവില്ല. അതോടെ ഈ മരുമകൾക്ക് എന്ത് ചെയ്യേണ്ടി വരും? അമ്മായിയമ്മയുടെ കാല് പിടിച്ച് മാപ്പ് പറയേണ്ടി വരും. അമ്മേ ഞാനത് ചോദിച്ചത് തെറ്റായിപ്പോയി, ഇനി അങ്ങനെ ചോദിക്കൂല, ഒന്നും വിചാരിക്കണ്ട എന്ന് പറഞ്ഞ് മാപ്പ് പറഞ്ഞ് റെഡിയാക്കും. അപ്പോൾ തെറ്റ് ചെയ്തതാര്, അല്ലെങ്കിൽ ഉടായ്പ് ചെയ്തതാര്? അമ്മായിയമ്മ. പക്ഷെ അതിൻ്റെ പഴി മൊത്തം കേൾക്കുകയും അതിൻ്റെ ബുദ്ധിമുട്ട് മൊത്തം അനുഭവിക്കുകയും ചെയ്യേണ്ടി വരുന്നത് ആരാ? മരുമകൾ. ഈ രീതിയിലുള്ളൊരു തന്ത്രം അവർ പയറ്റും. ഇനി ലാസ്റ്റ് ഒരു തന്ത്രം കൂടി പറഞ്ഞ് നിർത്താം. ഒരുപാട് തന്ത്രങ്ങളുണ്ട്, പക്ഷേ തൽക്കാലം നമുക്ക് ഇത്ര മതി. സ്ലീപ്പ് എഫക്റ്റ് എന്നാണ് പറയാം. അതായത് ഏറ്റവും സ്നേഹമുള്ള സമയത്ത് മരുമകൾ അമ്മായിയമ്മയോട് പല രഹസ്യങ്ങളും പറഞ്ഞെന്ന് വരാം. സ്വന്തം വീട്ടിലെ കാര്യങ്ങളടക്കം, തൻ്റെ അച്ഛൻ മുമ്പ് മദ്യപിച്ചിരുന്നു എന്നും, അതൊക്കെ പല രഹസ്യങ്ങളും. പിന്നീട് ഈ അമ്മായിയമ്മ എന്ത് ചെയ്യും? ആവശ്യ സാഹചര്യത്തിൽ പല സന്ദർഭഘട്ടത്തിലൊക്കെ ഇതെടുത്ത് പറയും. നിൻ്റെ അച്ഛനെ പറ്റി നീ പറഞ്ഞല്ലേ, ആ വീട്ടിൽ നിന്നല്ലേ വന്നത്, നിൻ്റെ അച്ഛൻ കള്ളുകൂടിയനാണെന്ന് നീ എന്നോട് പറഞ്ഞിട്ടുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞ് പരസ്യമായിട്ട് എല്ലാവരും മുമ്പിലും പറയും. അതോടെ ഈ പെണ്ണ് എന്ത് ചെയ്യും? ഈ പെണ്ണ് ആകെ ചൂളിപ്പോവും. കാരണം ഈ പെണ്ണ് ഏറ്റവും വിശ്വസിച്ച് സ്നേഹത്തോടെ പറഞ്ഞ കാര്യമാണ്. എല്ലാവരും മുമ്പിലും പറയുമ്പോൾ ഈ അച്ഛനടക്കമുള്ള ആൾക്കാർ എന്നെപ്പറ്റി എൻ്റെ മോൾ കുറ്റം പറഞ്ഞു. അതോടെ അവർക്ക് ഒരകൽച്ച മോളോട് വരും. ഈ രീതിയിൽ അകറ്റുന്ന ഒരു പരിപാടി ഇവർ കാണിക്കാറുണ്ട്. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ തന്ത്രങ്ങൾ ഒരുപാടുണ്ട്. ഞാൻ 9 തന്ത്രമേ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളൂ. ഒരുപാട് തന്ത്രങ്ങളുണ്ട്. ഈ തന്ത്രങ്ങൾ ആവശ്യ സമയത്ത് ഉപയോഗിച്ച് വിക്ടിമിനെ ഇല്ലാണ്ടാക്കി കളയും. അതുകൊണ്ട് തന്നെ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി ഒരു കാര്യം പറയാനുള്ളത്, ഞാനൊരു പുസ്തകം എഴുതിയിട്ടുണ്ട്. മനഃശാസ്ത്രജ്ഞൻ്റെ കേസ് ഡയറി എന്നാണ് പുസ്തകത്തിൻ്റെ പേര്. ആ പേര് പോലെ തന്നെ എൻ്റെ ജീവിതത്തിലെ രസകരമായ അനുഭവങ്ങൾ കോർത്തിണക്കിയ ഒരു പുസ്തകമാണ്. ഒരുപാട് പേര് നല്ല അഭിപ്രായം പറഞ്ഞ പുസ്തകമാണ്. 1-ാം പതിപ്പ് മൊത്തം വിറ്റ് തീർത്തു. ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ 2-ാം പതിപ്പ് ഉടൻ തന്നെ വാങ്ങാവുന്നതാണ്. ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. വീണ്ടും കാണാം. നന്ദി.